بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عسى ربه إن طلقكن أن يبدله أزواجا خيرا منكن مؤمنات قانتات تائبات عابدات سائحات ثيبات وأبكارا. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഐഹിക ജീവിതം പാരത്രിക ജീവിതം നേടിയെടുക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതിക ലോകത്ത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടുന്ന മഹത്തായ ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്ത് തഹരീമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സ്ത്രീയും പുരുഷനും തൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടുന്ന 6 ഗുണങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുകയാണ്. സ്ത്രീകളോടാണ് പ്രത്യേകമായി അഭിസംബോധനയെങ്കിലും പുരുഷന്മാർക്കും ഈ ഗുണങ്ങൾ വളരെ കൂടുതൽ അനിവാര്യമാണ്. ഒന്നാമതായി ഓരോ സ്ത്രീയും തൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഗുണം ഇസ്ലാമാണ്. സൂറത്ത് തഹരീമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഭാര്യമാരോട് പ്രത്യേകമായി നിർദ്ദേശം നൽകുന്നുണ്ട്. അഥവാ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ വിവാഹബന്ധം വിച്ഛേദിക്കുന്നു എങ്കിൽ, നിങ്ങളെ തലാഖ് ചെല്ലുന്നു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്ന ഭാര്യമാർക്ക് 6 ഗുണങ്ങൾ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയാണ് ഈ ഗുണങ്ങളെക്കുറിച്ച് അല്ലാഹു പറയുന്നത്? ഈ ഗുണങ്ങൾ ഓരോ സ്ത്രീയും തൻ്റെ ജീവിതത്തിൽ കൃത്യമായി കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഒന്നാമതായി പറയുന്നത് മുസ്ലിമാത്തിൻ, ഇസ്ലാം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി പാലിക്കുന്ന മുസ്ലിമത്തുകളായിരിക്കണം നമ്മൾ. രണ്ടാമതായി ഈമാനിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ സന്ദർഭത്തിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ബൃഹത്തായ ഗുണമാണ് ഈമാൻ. ഈ 2 ഗുണങ്ങൾ ഇസ്ലാമും ഈമാനും പ്രതിസന്ധിയുടെ നടുത്തളത്തിലും നാം കാത്തു സൂക്ഷിക്കണം. ഈ ഇസ്ലാമും ഈമാനും കേവലം നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും മാത്രം ഉണ്ടായാൽ പോരാ. ശേഷമുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്
നിങ്ങൾ ഓരോരുത്തരും ഇസ്ലാം കൊണ്ടും ഈമാൻ കൊണ്ടും നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് പോലെ നിങ്ങളുടെ കുടുംബക്കാരെയും നരകത്തിൻ്റെ കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അപ്പോൾ എല്ലാ സന്ദർഭത്തിലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഒരു ഗുണമാണ് ഈമാനും ഇസ്ലാമും. ഈ സൂറത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിസന്ധിയുടെ നടുത്തളത്തിലും ഹൃദയത്തിലെ ഈമാന് കെടാതെ കാത്തു സൂക്ഷിച്ച രണ്ട് വനിതകളുടെ ചരിത്ര സംഭവമാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. ഒന്ന് മറിയമിൻ്റെ ഭാര്യയായ ആസിയ ബീവിയുടെ ചരിത്ര സംഭവം, രണ്ടാമതായി ഇമ്രാനിൻ്റെ മകളായ മറിയമിൻ്റെ സംഭവം. ഈ രണ്ട് സംഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും ഗുണപാഠം എന്നോണം വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിരിക്കുകയാണ്. ഒരു സ്ത്രീയാണ് എങ്കിൽ പ്രതിസന്ധിയുടെ നടുത്തളത്തിൽ ഹൃദയത്തിലെ ഈമാൻ കെടാതെ കാത്തു സൂക്ഷിച്ചു. മറ്റൊരു വനിതയാണ് എങ്കിൽ അനുകൂല സാഹചര്യത്തിൽ ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും അന്തരീക്ഷത്തിൽ ഹൃദയത്തിലെ ഈമാനും ജീവിതത്തിലെ ഇസ്ലാമും കാത്തു സൂക്ഷിച്ചു. എന്തിനു വേണ്ടിയാണ് ഈ രണ്ട് ചരിത്ര സംഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണം എന്നോണം പറയുന്നത്? നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷം ചിലപ്പോൾ ഇസ്ലാമിക ജീവിതത്തിന് ഉതകുന്നതായിരിക്കും. അപ്പോഴും അശ്രദ്ധയുടെ പേരിൽ നമ്മുടെ ഹൃദയത്തിലെ ഈമാനും ജീവിതത്തിലെ ഇസ്ലാമും കെടാതെ കാത്തു സൂക്ഷിക്കണം. പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ദീനിയായ ആൾക്കാരുടെ വീട്ടിൽ ജീവിക്കുന്നവർ വളരുന്നവർ. ഞാൻ ഉസ്താദിൻ്റെ മകളാണ്, എൻ്റെ ഉമ്മയാണ് എങ്കിൽ ആലിമത്താണ്, ഹാഫിളത്താണ്, ദീനിയാണ്. ഈ ഒരു സങ്കല്പത്തിൻ്റെ പേരിൽ അറിഞ്ഞോ അറിയാതെയോ തഹജ്ജുദ് നഷ്ടപ്പെടുന്നുണ്ട്, ഇസ്ലാം നഷ്ടപ്പെടുന്നുണ്ട്, ദീന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ശൈത്താൻ ഹൃദയത്തിൽ ഒരു മോശമായ ചിന്താധാര ഇട്ട് തരികയാണ്, നിന്റെ വീട് ഇസ്ലാമികമാണ്. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമ്രാൻ എന്ന് പറയുന്ന മസ്ജിദുൽ അഖ്സായുടെ ഇമാമും അദ്ദേഹത്തിൻ്റെ മകളുടെ ചരിത്രം, മറിയം ബീവിയുടെ ചരിത്രം പറയുകയാണ്. അവർ ഉപ്പ ഇമാമായതിൻ്റെ പേരിൽ, ഉപ്പ ഉസ്താദായതിൻ്റെ പേരിൽ അവരുടെ ജീവിതത്തിൻ്റെ നിഷ്ഠയും അവരുടെ ജീവിതത്തിൻ്റെ ഭക്തിയും കെടാതെ കാത്തു സൂക്ഷിച്ചു. മറ്റൊരു സ്ത്രീയാണ് എങ്കിൽ ഫിർഔനിൻ്റെ ഭാര്യയായിരുന്നു. ഫിർഔനാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റുബൂബിയത്തിനെ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തെയും ആ രാജ്യത്ത് അധിവസിക്കുന്ന ജനങ്ങളെയും ആക്കി തീർത്തു. എന്നാൽ ഭാര്യയായ മറിയം ആസിയ റളിയല്ലാഹു അൻഹ ഹൃദയത്തിലെ ഈമാൻ കാത്തു സൂക്ഷിച്ച് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ റിസാലത്തിനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി. ഇതറിഞ്ഞ ഫിർഔൻ ഭാര്യയെ വിളിച്ചിട്ട് ചോദിക്കുകയുണ്ടായി, നീ എൻ്റെ റുബൂബിയത്തിനെ അംഗീകരിക്കുന്നില്ലേ? ആസിയ ബീവി പറഞ്ഞു, നിങ്ങൾ റബ്ബല്ലല്ലോ, നിങ്ങളെയും ഈ ലോകത്തിനെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അല്ലാഹു റബ്ബുൽ ആലമീൻ്റെ റുബൂബിയത്താണ് ഞാൻ അംഗീകരിക്കുന്നത്. ഫിർഔൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ രാജകീയമായ സുഖമെല്ലാം നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളെ രാജ്ഞി എന്ന ഉയർന്ന സ്ഥാനത്തിൽ വിരാജിക്കുകയായിരുന്നു. നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ചിട്ട് വേണം ഇത് പറയേണ്ടുന്നത്. ഫിർഔനിൻ്റെ ഭാര്യയായ ആസിയ ബീവി പറഞ്ഞു, രാജകൊട്ടാരം നഷ്ടപ്പെട്ടു പോയാലും ഇതിൻ്റെ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും രാജ്ഞി എന്ന പദം നഷ്ടപ്പെട്ടു പോയാലും എൻ്റെ ഹൃദയത്തിലെ ഈമാനും ജീവിതത്തിലെ ഇസ്ലാമും ഞാൻ ഉപേക്ഷിക്കുന്ന പ്രശ്നമേയില്ല. ഫിർഔൻ അദ്ദേഹത്തിൻ്റെ രാജകൊട്ടാരത്തിൻ്റെ മുന്നിൽ ആസിയ ബീവിയെ മലർത്തിക്കിടത്തി രാജകൊട്ടാരം കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്ന രൂപത്തിൽ, എന്തിനു വേണ്ടിയാണ്? ഇസ്ലാമിൻ്റെയും ഈമാനിൻ്റെയും പേരിൽ എനിക്ക് ഈ രാജകൊട്ടാരം നഷ്ടപ്പെട്ടു പോകാൻ പോവുകയാണ്. ഈ രാജകൊട്ടാരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും നഷ്ടപ്പെട്ടു പോവുകയാണ്. രാജ്ഞി എന്ന പദവിയും എന്നിൽ നിന്ന് തെറിക്കാൻ പോവുകയാണ് എന്നു മാത്രമല്ല, നിഷ്ഠൂരമായി എൻ്റെ ജീവൻ അപഹരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്.
ഫിർഔനിന്റെ ശിക്ഷാ രീതിയായിരുന്നു മലർത്തിക്കടത്തി, കയ്യിലും കാലിലും നെഞ്ചത്തും ആണിയടിച്ചു. അവരുടെ ശരീരത്തിൽ നിന്ന് മാംസഭാഗങ്ങളും ചർമ്മങ്ങളും അസ്ഥിപഞ്ജരങ്ങളിൽ നിന്ന് അയാളുടെ ചീർപ്പ് കൊണ്ട് വലിച്ചൂരി ആ ശരീരത്തിൽ നിന്ന് മാംസപേശിയും അസ്ഥിപഞ്ജരങ്ങളിൽ നിന്ന് തൊലിയും ചർമ്മവും വേർപെടുത്തി മാറ്റി. ഈ സന്ദർഭത്തിൽ വരെയും ആസിയ ബീവി തന്റെ ഹൃദയത്തിലെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയാൻ തയ്യാറായില്ല. അവർ ഉച്ചസ്ഥലത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു കാര്യം ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, എനിക്ക് നിന്റെ അടുക്കൽ സ്വർഗീയമായ ഭവനം നിർമ്മിച്ചു നൽകണമേ. ദുനിയാവിൽ എനിക്ക് രാജ്യപദം നഷ്ടപ്പെട്ടു പോയി, ആ രാജാവ് താമസിച്ചിരുന്ന രാജകൊട്ടാരം നഷ്ടപ്പെട്ടു പോയി, എൻ്റെ ജീവൻ അപഹരിക്കപ്പെടുകയാണ്. എങ്കിലും ഞാൻ ഈമാൻ നഷ്ടപ്പെടുത്തി കളയാൻ തയ്യാറല്ല. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും മാതൃക എന്നോണം വിവരിക്കുകയാണ്. ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ضرب الله مثلا للذين آمنوا. സത്യവിശ്വാസികൾക്ക് ഒരു ഉപമയായി അല്ലാഹു എടുത്തു കാട്ടുകയാണ്. ഇംറഅത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയുടെ ചരിത്ര സംഭവം. ഇദ് ഖാലത് റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. പ്രതിസന്ധിയുടെ നടുത്തളത്തിൽ കിടന്നുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന വേളയിൽ അവൾ വിളിച്ചു പറഞ്ഞ യാഥാർത്ഥ്യം അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ വിവരിക്കുകയാണ്. റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, ദുനിയാവിന്റെ കൊട്ടാരം എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഭൗതിക സംവിധാനങ്ങളെല്ലാം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. രാജ്യപദവും എന്നിൽ നിന്ന് തെറിക്കുകയാണ്. ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. നിന്നെക്കുറിച്ചുള്ള വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ നിന്ന് കെടാതെ ഞാൻ കാത്തു സൂക്ഷിക്കുകയാണ്. നിന്റെ ഇസ്ലാമും നഷ്ടപ്പെട്ടു പോകാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുകയാണ്. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി. അല്ലാഹുവേ, ഫിർഔനിൽ നിന്നും അവന്റെ അക്രമത്തിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണമേ. ഫിർഔൻ ജീവൻ അപഹരിച്ചെടുത്തിരിക്കുകയാണ്. ആ സമയത്തും അവന്റെ പ്രവൃത്തിയിലൂടെ ഹൃദയത്തിലെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകരുതേ എന്ന് ദുആ ഇരക്കുകയാണ്. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അക്രമകളായ ജനങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷിക്കുകയും ചെയ്യണമേ. പ്രതിസന്ധിയുടെ നടുത്തളത്തിലും ഹൃദയത്തിലെ ഈമാനും ഇസ്ലാമും കാത്തു സൂക്ഷിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിൽ ധാരാളം ബുദ്ധിമുട്ടുകളും ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോഴും സഹാബാക്കളായ മഹാന്മാരും മഹദികളും അവരുടെ ഹൃദയത്തിലെ ഈമാനും ഇസ്ലാമും കെടാതെ കാത്തു സൂക്ഷിക്കുകയുണ്ടായി. സന്നീറ റളിയല്ലാഹു അൻഹ അബൂജഹലിന്റെ അടിമ സ്ത്രീയായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്ത് റിസാലത്തിനെ അംഗീകരിച്ചു. അള്ളാഹുവിന്റെ ഏകത്വം തൗഹീദ് ഹൃദയത്തിൽ സ്ഥാപിച്ചു. ഇത് അബൂജഹൽ അറിഞ്ഞിരുന്നില്ല. അബൂജഹൽ അറിഞ്ഞപ്പോൾ അദ്ദേഹം സന്നീറ റളിയല്ലാഹു അൻഹയെ മർദ്ദിക്കാൻ തുടങ്ങി. എന്നു മാത്രമല്ല, മക്ക മുശ്രിക്കീങ്ങളുടെയും ഖുറൈശി പ്രമാണികളുടെയും കരങ്ങളിലേക്ക് സന്നീറ ഇട്ടുകൊടുത്തു. അവരും ശക്തമായി ചാട്ടവാറ് കൊണ്ടടിക്കാനും ചെരുപ്പ് കൊണ്ടടിക്കാനും മർദ്ദിക്കാനും തുടങ്ങി. എന്നാൽ സന്നീറ റളിയല്ലാഹു അൻഹ പ്രതിസന്ധിയുടെ ഈ നടുത്തളത്തിലും തൻ്റെ ഹൃദയത്തിൽ കിട്ടിയ ഈമാനും ജീവിതത്തിലെ ഇസ്ലാമും നഷ്ടപ്പെടുത്തി കളയാൻ തയ്യാറായില്ല. ഒരിക്കൽ അബൂജഹൽ മർദ്ദിച്ച് ശക്തമായി അടിച്ചതിന്റെ പേരിൽ സന്നീറ റളിയല്ലാഹു അൻഹയുടെ കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയി, കണ്ണു പൊട്ടിപ്പോയി.
അബൂജഹലും അദ്ദേഹത്തിന്റെ കിങ്കരന്മാരും സന്നീറയോട് പറഞ്ഞു, പൂർവീക പിതാക്കന്മാർ ആരാധിച്ചു കൊണ്ടിരുന്ന മൂർത്തികളെയും പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വം നിന്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചതുകൊണ്ടാണ് ആ വിഗ്രഹങ്ങൾ നിങ്ങളെ ശകുനമേൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ണ് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. സന്നീറ റളിയല്ലാഹു അൻഹ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആയിരക്കുകയുണ്ടായി, അള്ളാഹുവേ, നിന്റെ ഏകത്വം ഹൃദയത്തിൽ സ്ഥാപിച്ചതിന്റെ പേരിൽ, നിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ റിസാലത്തിനെ അംഗീകരിച്ചതിന്റെ പേരിൽ ഈ മക്ക മുശ്രിക്കീങ്ങൾ എന്നെ ആക്ഷേപിച്ചു, എന്നെ മർദ്ദിച്ചു, എൻ്റെ ശരീരത്തെ ഒക്കെ മുറിവേൽപ്പിച്ചു. ഇന്നവർ എൻ്റെ കാഴ്ച ശക്തി കൂടി നഷ്ടപ്പെടുത്തി കളയുന്ന തരത്തിൽ എൻ്റെ കണ്ണിനെ അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. അള്ളാഹുവേ, നീ എൻ്റെ കാഴ്ച ശക്തിയെ മടക്കി നൽകണം. അള്ളാഹു സന്നീറ റളിയല്ലാഹു അൻഹാന്റെ ദുആ കേട്ടു. അവരുടെ കാഴ്ച ശക്തി മടക്കി കിട്ടിയെന്നു മാത്രമല്ല, പൂർവോപരി അതിന് കാഴ്ച ശക്തി വർദ്ധിക്കുകയും ചെയ്തു. ഈ നിലയിൽ സഹാബാക്കളായ മഹദികൾ പ്രതിസന്ധിയുടെ നടുത്തളത്തിലും അവരുടെ ഹൃദയത്തിൽ കിട്ടിയ ഈമാനും ജീവിതത്തിൽ കിട്ടിയ ഇസ്ലാമും നഷ്ടപ്പെടുത്തി കളയാൻ തയ്യാറായില്ല. ദുർറ റളിയല്ലാഹു അൻഹ അബൂലഹബിന്റെ മകളാണ്. നമുക്കറിയാം, അബൂലഹബ് ഇസ്ലാമിന്റെ ബദ്ധവൈരിയായിരുന്നു. ഇനി മാതാവായ ഉമ്മു ജമീൽ, അവരും ഇസ്ലാമിന്റെ ബദ്ധവൈരിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ വഴിതടസ്സം സൃഷ്ടിക്കുന്നതിനു വേണ്ടി വനാന്തരങ്ങളിൽ പോയി മുള്ളുകൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുമായിരുന്നു. ഈ രൂപത്തിൽ ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ പിതാവിൻ്റെയും മാതാവിൻ്റെയും മകളായ ദുർറ റളിയല്ലാഹു അൻഹ ഹൃദയത്തിലെ ഈമാനും ജീവിതത്തിലെ ഇസ്ലാമും കെടാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് താമസിക്കുകയാണ്. ഈ മാതാപിതാക്കളെ വിമർശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്തിനെ തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലതൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിന്റെ രണ്ട് കരങ്ങളും നശിക്കട്ടെ, അവൻ നശിച്ചു. അവന്റെ സമ്പത്തും അവന്റെ സമ്പാദ്യവും അവന് ഉപകരിച്ചില്ല. സയസ്ലാ നാറൻ ദാത ലഹബിൻ, ജ്വലിക്കുന്ന അഗ്നിയിൽ അവൻ പ്രവേശിക്കും. വംറഅതുഹു ഹമ്മാലതൽ ഹതബ്, വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യ ഉമ്മു ജമീലും. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, ഈന്തപ്പന നാരിനാലുള്ള ഒരു കയറ് അവരുടെ പിരടിയിൽ ഉണ്ടായിരിക്കും. ദുനിയാവിൽ വെച്ച് നബി തങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി വനാന്തരത്തിൽ പോയി കയറിൽ മുള്ളുകൾ കെട്ടിക്കൊണ്ടുവന്ന് ശേഖരിച്ച് നബി തങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ നിക്ഷേപിച്ചതുകൊണ്ട് അതേ ശിക്ഷ നരകത്തിൽ അനുഭവിക്കേണ്ടി വരും. ഉമ്മു ജമീൽ ഇതറിഞ്ഞപ്പോ അങ്ങേയറ്റം അരിശത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകവരുത്താൻ വേണ്ടി ഒരു പാറക്കല്ലും എടുത്തുകൊണ്ട് പോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ കഅബയുടെ മുറ്റത്ത് സിദ്ദീഖുൽ അക്ബറിന്റെ കൂട്ടത്തിൽ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മു ജമീൽ പാറക്കല്ലുമായി വരുന്ന രംഗമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഉമ്മു ജമീൽ അരിശത്തോടു കൂടി വരികയാ, അവരുടെ കയ്യിൽ പാറക്കല്ലുണ്ട്, നിങ്ങളെ എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തല പൊട്ടിപ്പോകും, നിങ്ങളുടെ ചല ചിന്ന ഭിന്നമായി പോകും. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിദ്ദീഖുൽ അക്ബറെ, നിങ്ങൾ എന്തിനാ ബേജാറാകുന്നത്, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഒരിക്കലും ഉമ്മു ജമീൽ എന്നെ കാണാൻ പറ്റൂല. ഇവരുടെ ഒരു മുഅ്ജിസത്തായിരുന്നു. ഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക وبين الذين لا يؤمنون بالآخرة حجابا مستورا.
ഇദാ ഖറഅതൽ ഖുർആന നിങ്ങൾ ഖുർആൻ ഓതി കഴിഞ്ഞാൽ ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ നിങ്ങളുടെയും പാരത്രിക ലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെയും ഇടയിൽ നാം നിശ്ചയിക്കുന്നതാണ് ഹിജാബം മസ്തൂറ നിങ്ങളെ കാണാൻ കഴിയാത്ത ഒരു മറയെ. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബറെ ഒരിക്കലും ഉമ്മു ജമീൽ എന്നെ കാണാൻ പറ്റൂല, ഞാൻ ഖുർആൻ ഓതിയാൽ എന്നെ കാണാൻ പറ്റൂല. ഉമ്മു ജമീൽ നബിതങ്ങളുടെ അടുക്കൽ വന്നു, നബിതങ്ങളെ കണ്ടില്ല. സിദ്ദീഖുൽ അക്ബറിനോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടുകാരൻ എവിടെ പോയി? അദ്ദേഹം എന്നെയും എൻ്റെ ഭർത്താവിനെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് എന്തൊക്കെയോ വചനങ്ങൾ പുലമ്പി എന്നാണല്ലോ കേൾക്കുന്നത്. അത് എൻ്റെ കൂട്ടുകാരൻ പുലമ്പിയതല്ല, കൂട്ടുകാരൻ്റെയും എൻ്റെയും രക്ഷിതാവായ അള്ളാഹു അവതരിപ്പിച്ച അധ്യായമാണ്, സൂറത്താണ്. ഉമ്മു ജമീൽ നബിതങ്ങളെ കാണാതെ മടങ്ങിപ്പോകേണ്ടി വന്നു. ഈ ഉമ്മു ജമീലിൻ്റെയും ഈ അബൂലഹബിൻ്റെയും മകളായ ദുർറാ റളിയല്ലാഹു അൻഹ ഹൃദയത്തിൽ പ്രതിസന്ധിയുടെ നടുത്തളത്തിലും ഈമാനും ജീവിതത്തിലെ ഇസ്ലാമും കെടാതെ കാത്തു സൂക്ഷിച്ച് ആ വീട്ടിൽ തന്നെയാ താമസിക്കുന്നത്. ഇനി സഹോദരന്മാരാണ് എങ്കിൽ ഉത്ബയും ഉത്തൈബയും. ദുർറാ റളിയല്ലാഹു അൻഹയുടെ രണ്ട് സഹോദരന്മാരാണ്. ഇവർ രണ്ടുപേരും നബിതങ്ങളുടെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്തിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയും റുഖിയ റളിയല്ലാഹു അൻഹയും ഇവർ രണ്ടുപേരും വിവാഹം ചെയ്തിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന് ശേഷമാണ് നുബുവത്ത് കിട്ടിയത്. നുബുവത്ത് കിട്ടി തങ്ങൾ നുബുവത്തിന്റെ പ്രബോധകനായി ജനങ്ങളുടെ ഇടയിൽ രംഗപ്രവേശനം ചെയ്തപ്പോൾ ഉത്ബയും ഉത്തൈബയും നബിതങ്ങളുടെ രണ്ട് പെൺമക്കളെയും തലാഖ് ചൊല്ലി. ഒരു പിതാവിൻ്റെ ഹൃദയത്തിൽ എത്ര വലിയ വേദന ഉണ്ടാവും. മകളെ വിവാഹബന്ധം വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥയിൽ പിതാവിൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ദുഃഖവും വ്യസനവും നമുക്കാർക്കും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്ബയ്ക്കെതിരിൽ ഇപ്രകാരം പറയുകയുണ്ടായി, അല്ലാഹുമ്മ സല്ലിത്ഹു കൽബൻ മിൻ കിലാബിന്നാർ. അല്ലാഹുവേ, നരകത്തിന്റെ സിംഹങ്ങളിൽപ്പെട്ട ഒരു സിംഹത്തിനെ നീ ഉത്തൈബയുടെ മേൽ അടിച്ചേൽപ്പിക്കണമേ. ഉത്തൈബ വന്നിട്ട് അബൂലഹബിനോട് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അബൂലഹബ് പറഞ്ഞു, മുഹമ്മദ് അത് പറഞ്ഞു എങ്കിൽ സൂക്ഷിക്കണം, കാരണം മുഹമ്മദ് ആർക്കെതിരെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അങ്ങനെ തന്നെ നാശമായ ആൾക്ക് ഭവിക്കുകയും ചെയ്യും. അങ്ങനെ അബൂലഹബും ഈ ഉത്തൈബയും ഖുറൈശികളും അടങ്ങുന്ന ഒരു കച്ചവട സംഘം ശാമിലേക്ക് പോയി. അവരെ യാത്ര ചെയ്ത് പാതിരാത്രി സമയമായപ്പോൾ ഒരു ചർച്ചിന്റെ ഉള്ളിൽ എത്തിപ്പെടുകയുണ്ടായി. ആ ചർച്ചിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ അവർ വിശ്രമിക്കാൻ തീരുമാനിച്ചു. കാരണം മതിൽക്കെട്ടുണ്ട്. ആ മതിൽക്കെട്ട് ഭേദിച്ചുകൊണ്ട് ഹിംസ്ര ജന്തുക്കളും വന്യമൃഗങ്ങളും വരാൻ സാധ്യത കുറവാണ്. ആ ചർച്ചിന്റെ പാതിരി വന്നിട്ട് പറഞ്ഞു, പാതിരാത്രി സമയത്ത് ഇവിടെ ഹിംസ്ര ജന്തുക്കളൊക്കെ വരുന്ന സ്ഥലമാണ്, അതുകൊണ്ട് നിങ്ങൾ മറ്റെവിടെയെങ്കിലും അഭയം തേടുന്നതായിരിക്കും നല്ലത്. അബൂലഹബ് പറഞ്ഞു, ഈ പാതിരാത്രി സമയത്ത് ഈ മതിൽക്കെട്ടുള്ള ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ് ഞങ്ങൾ സുരക്ഷിതർ, മറ്റെങ്ങോട്ടും ഞങ്ങൾക്ക് അഭയം തേടാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ മകൻ ഉത്തൈബയുണ്ട്, മുഹമ്മദ് അദ്ദേഹത്തിനെതിരിൽ പറഞ്ഞിരിക്കുക. അങ്ങനെ എന്താണെങ്കിലും ആ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ അവർ സാധനങ്ങൾ അട്ടിയട്ടിയാക്കി വെച്ചു. അതിൻ്റെ മുകളിൽ ഈ ഉത്തൈബയെ കടത്തി കച്ചവട സംഘം ആ സാധനങ്ങളെ വലയം ചെയ്തുകൊണ്ട് അതിൻ്റെ ചുറ്റുഭാഗത്തും വിശ്രമിച്ചു. പാതിരാത്രി സമയമായപ്പോൾ ഒരു സിംഹം വന്നു, എല്ലാവരെയും മണത്തു നോക്കി. ആ സാധന സാമഗ്രികളുടെ മുകളിലേക്ക് ആ സിംഹം ചാടിക്കയറി അതിൻ്റെ മുകളിൽ കിടന്ന ഉത്തൈബയെ പിച്ചി ചീന്തുകയുണ്ടായി. ഈ സഹോദരൻ ഉത്തൈബയുള്ള വീട്ടിലാണ് ദുർറാ റളിയല്ലാഹു അൻഹ തൻ്റെ ഹൃദയത്തിലെ ഈമാനും തൻ്റെ ജീവിതത്തിലെ ഇസ്ലാമും കെടാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നത്. ഈ ദുർറാ റളിയല്ലാഹു അൻഹ പിന്നീട് അബൂ ദുജാന റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു. മഹദി ആയിഷ റളിയല്ലാഹു അൻഹാന്റെ അടുക്കൽ പോയി വലിയ ആലിമത്താകുകയുണ്ടായി. അതുകൊണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, അത് ചിലപ്പോൾ വീട്ടിലുണ്ടാകാം, ചിലപ്പോൾ കുടുംബത്തിൽ നിന്നുണ്ടാകാം, ചിലപ്പോൾ നാട്ടിൽ നിന്നുണ്ടാകാം, ചിലപ്പോൾ രാജ്യത്ത് നിന്നുണ്ടാകാം,
ചിലപ്പോൾ ഭരണകൂടത്തിൽ നിന്നുണ്ടാകാം. ഈ സമയങ്ങളിലൊന്നും നമ്മുടെ ഹൃദയത്തിലെ ഈമാനും ജീവിതത്തിലെ ഇസ്ലാമും കെടാതെ കാത്തു സൂക്ഷിക്കണം. നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഫലസ്തീനിന്റെയും ഗസയുടെയും മക്കൾ പ്രതിസന്ധിയുടെ നടുത്തളത്തിൽ കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, താമസിക്കാൻ പാർപ്പിടമില്ല. ഈ പ്രതിസന്ധിയുടെ നടുത്തളത്തിൽ വരെയും ഒരു മുസ്ലിം സ്ത്രീ പോലും, ഒരു മുസ്ലിം പുരുഷൻ പോലും, ഒരു കുട്ടി പോലും അവരുടെ ഹൃദയത്തിലെ ഈമാനോ അവരുടെ ജീവിതത്തിലെ ഇസ്ലാമോ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഒരു വർത്തമാനമോ ഒരു പ്രവൃത്തിയോ അവരിൽ നിന്നുണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഈമാനും ഇസ്ലാമും അത്രയും അമൂല്യമായ സമ്പത്താണ്. ജീവൻ നഷ്ടപ്പെട്ടു പോയാലും, വീട് നഷ്ടപ്പെട്ടു പോയാലും, രാജ്യം നഷ്ടപ്പെട്ടു പോയാലും നമ്മുടെ ഹൃദയത്തിലെ ഈമാനും നമ്മുടെ ജീവിതത്തിലെ ഇസ്ലാമും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ സൂറത്തിൽ തന്നെ പ്രതിസന്ധിയുടെ നടുത്തളത്തിൽ തന്റെ ഹൃദയത്തിലെ ഈമാൻ കാത്തു സൂക്ഷിച്ച ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവിയുടെ സംഭവം വിശദീകരിക്കുകയാണ്. ഇനി ചില സന്ദർഭങ്ങളിൽ നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിക ജീവിതം സുഗമമാകും. ഈ സന്ദർഭത്തിൽ അശ്രദ്ധയുടെ പേരിൽ നമ്മുടെ ഹൃദയത്തിലെ ഈമാനും നമ്മുടെ ജീവിതത്തിലെ ഇസ്ലാമും നഷ്ടപ്പെട്ടു പോകരുത്. അല്ലാഹു പറയുകയാണ്, വമറിയമ ബിനത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹാ ഫനഫഖനാ ഫീഹി മിൻ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് ഈമാനിക ഉദാഹരണം അല്ലാഹു വിവരിക്കുകയാണ്. വമറിയമ ബിനത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹാ, തന്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ച ഇമ്രാനിന്റെ മകളായ മറിയമിനെയും അല്ലാഹു ഉപമയായി എടുത്തു കാണിച്ചിരിക്കുകയാണ്. ഫനഫഖനാ ഫീഹി മിൻ റൂഹിനാ, അപ്പോൾ നമ്മുടെ ആത്മചൈതന്യത്തിൽ നിന്നും നാം അതിൽ ഊതുകയുണ്ടായി. വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ, തന്റെ രക്ഷിതാവിന്റെ വചനങ്ങളിലും ഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കുകയുണ്ടായി. വകാനത് മിനൽ ഖാനിതീൻ, അവരങ്ങേയറ്റം കീഴ്വണക്കമുള്ള ഭക്തിയുള്ള വനിതകളിൽപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് ഇസ്ലാമിക ജീവിതം അനുകൂലമാകുന്ന സന്ദർഭത്തിൽ ദീനിയായ ഏതെങ്കിലും ചൈതന്യങ്ങൾ ചിലപ്പോൾ ഇൽമിന്റെ ചൈതന്യമാകാം, ചിലപ്പോൾ ആത്മീയതയുടെ ചൈതന്യമാകാം, ചിലപ്പോൾ ദഅവത്തിന്റെ ചൈതന്യമാകാം. ദീനിന്റെ ഏത് ചൈതന്യമാണ് എങ്കിലും ഈ ചൈതന്യത്തിന്റെ ഇടയിൽ ജീവിക്കുമ്പോഴും അശ്രദ്ധയിൽ നമ്മുടെ ഹൃദയത്തിലെ ഈമാനും നമ്മുടെ ജീവിതത്തിലെ ശരീഅത്തും ഇസ്ലാമും നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മുസ്ലിമായ സ്ത്രീയും പുരുഷനും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ടുന്ന രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങൾ പറയുകയാണ്. മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ, ഇസ്ലാമും ഈമാനും. മൂന്നാമത് പറയുന്നത് ഖാനിതാത്തിൻ. ഖാനിതാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഫസ്സിരീങ്ങൾ അതിന് ധാരാളം അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. മുത്തീആത്തിൻ, അനുസരണയുള്ളവരായിരിക്കും. പൊതുവെ പല കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അനുസരണാശീലമില്ലാത്തത് കൊണ്ടാണ്. അനുസരണ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു വികാരമാണ്, കീഴ്വണക്കം എന്ന് പറയും. അതിനെതിരിലാണ് ഈഗോ. ഈഗോ ഉണ്ട് എങ്കിൽ അള്ളാന്റെ നിർദ്ദേശവും നമ്മൾ അനുസരിക്കൂല, നമ്മുടെ ഭർത്താവിൻ്റെ നിർദ്ദേശവും അനുസരിക്കൂല. അള്ളാനെ അനുസരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ. നമുക്ക് അനിഷ്ടകരമായ കാര്യങ്ങൾ വരുമ്പോൾ ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാർ സ്ത്രീകൾ പുറം ലോകത്ത് ഇറങ്ങി നടക്കേണ്ടുന്നവളാണ്, അവൾ നഗ്നത പ്രകടിപ്പിക്കേണ്ടുന്നവളാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. ഇതെല്ലാം ഖാനിതാത്ത് എന്ന ഗുണമില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സദ്വൃദ്ധരായ ദാസിമാർ ആരാണ് എന്ന് വിശദീകരിക്കുന്നിടത്ത്
ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ഫസ്സാലിഹാതു അല്ലാഹുവിന്റെ സദ്വൃദ്ധരായ ദാസിമാര്, ഖാനിതാതുൻ അവരിൽ കീഴ്വണക്കത്തിന്റെ അത്യുന്നതമായ ഗുണമുണ്ടായിരിക്കും. ഈ ഗുണമുള്ള സ്ത്രീ അള്ളാന്റെ എല്ലാ കൽപ്പനയും അനുസരിക്കും, ഭർത്താവിന്റെ നിർദ്ദേശങ്ങളും അനുസരിക്കും. അതുകൊണ്ട് ഖാനിതാത്തിന് ഭർത്താവിനെ അനുസരിക്കുന്നവൾ എന്ന് മുഫസ്സിരീങ്ങൾ വിവക്ഷ നൽകിയിട്ടുണ്ട്. ഈ ഗുണം ഹൃദയത്തിൽ നേടിയെടുക്കേണ്ടതാണ്. ഈ ഗുണം ഇല്ലാത്തത് കൊണ്ടാ വീട്ടിൽ പ്രശ്നം, ഉസ്താദിന്റെ മകള് പ്രശ്നം, സൂഫിയാക്കളുടെ മകള് പ്രശ്നം, തബ്ലീഗുകാരുടെ മക്കള് പ്രശ്നം. എന്തുകൊണ്ടാ? മക്കളിൽ ഈ ഗുണമില്ല. ഈഗോന്റെ ഗുണവുമായിട്ട് എന്ത് ചെയ്യും? ഒരു ജീവിതം നയിക്കാൻ വേണ്ടി ഭർത്താവിൻ്റെ അടുക്കൽ ചെല്ലും. ആ വീട്ടിൽ പ്രശ്നം, ഭർത്താവുമായി പ്രശ്നം. അതുകൊണ്ട് ഖാനിതാത്ത് എന്ന് പറയുന്ന വലിയ ഗുണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹ് പറഞ്ഞത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും അനുസരിക്കണം. ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ, ഹറാമല്ലാത്ത മുഴുവൻ കാര്യങ്ങൾ, പാപകരമല്ലാത്ത മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും അനുസരിക്കണം. അതുകൊണ്ട് ഖാനിതാത്ത് കീഴ്വണക്കത്തിന്റെ ഗുണം നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കി തീർക്കണം. ഹാഫിളാതുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അല്ലാഹു സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങള് ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നവരാകണം. ഇന്ന് വലിയ ഫിത്നയുടെ ഒരു കാലമാണ്. ആർക്കും എന്ത് തിന്മയും പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യം, ബാത്തിലിന്റെ കെണിവലകൾ നമ്മുടെ കരങ്ങളിലേക്ക് തന്നെ നൽകിയിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒരു സംഗതിയുടെ പേര് സ്മാർട്ട് ഫോൺ. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ അവരുടെ കൾച്ചർ നഷ്ടപ്പെടുത്തി കളയും. പുരുഷന്മാരും കുട്ടികളും വൃദ്ധകളും വൃദ്ധന്മാരും ഒക്കെ അങ്ങേയറ്റം മോശമായി പോകുന്ന ഒരു സാഹചര്യമാണ്. ഇതിൻ്റെ നന്മകൾ മാത്രം എടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ തിന്മകൾ ഉപേക്ഷിക്കാൻ വേണ്ടി തയ്യാറാകണം. ഒരു കാര്യത്തിൻ്റെ നന്മയും ഒരു കാര്യത്തിൻ്റെ തിന്മയും ഉണ്ട് എങ്കിൽ ഇസ്ലാമിൻ്റെ രീതി അതിൻ്റെ തിന്മയെ പരിഗണിച്ചുകൊണ്ട് അത് ഹറാമാക്കുക ചെയ്യും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കള്ളിനെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ. ഏ മുഹമ്മദേ, നിങ്ങളോട് അവർ മദ്യപാനത്തിനെ കുറിച്ച് ചോദിക്കും. നബിയെ, താങ്കൾ പറഞ്ഞു കൊടുക്ക്, കള്ളുകുടിയിൽ ധാരാളം പ്രയോജനമുണ്ട്. അതുകൊണ്ട് ഹൃദയത്തിൽ ആനന്ദമുണ്ടാകും, മസ്തിഷ്കത്തിന് വികാസമുണ്ടാകും. എന്നാൽ അതിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുമുണ്ട്. അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് പ്രയോജനങ്ങളെക്കാൾ കൂടുതൽ. അതുകൊണ്ട് കള്ളിനെ ഹറാമാക്കി. ഈ മൊബൈലിൽ തന്നെ നമ്മൾ ഓരോരുത്തരും നോക്ക്, സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രസംഗം കേൾക്കാം. ഇപ്പം ലൈവിൽ തന്നെ പ്രസംഗം കേൾക്കുന്നവരുണ്ട്. ഇതിൽ ധാരാളം പ്രയോജനങ്ങളുണ്ട്. എന്നാൽ ഇതിൻ്റെ ഭവിഷ്യത്ത് അതിനേക്കാൾ അപകടകരമാണ്. അതുകൊണ്ട് പരമാവധി ഇത് ഉപേക്ഷിക്കുന്ന സ്ത്രീയും കുട്ടികളും രക്ഷപ്പെട്ടു. ഇനി നിർബന്ധ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ, നമ്മൾ ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് എങ്കിൽ ആ സമയത്ത് മാത്രം അത് ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കരുത്. നമ്മുടെ ഹൃദയത്തിനെ അറിഞ്ഞോ അറിയാതെയോ ഈമാനിയായ ബലഹീനത ഉണ്ടാക്കും. ദീനിയായ കുടുംബങ്ങളിൽ ഇത് ഉപയോഗിച്ച് മോശമായ അവസ്ഥയിലേക്ക് സ്ത്രീകൾ പോകുന്ന അവസ്ഥ. അന്യപുരുഷന്മാരുമായി ചാറ്റ് ചെയ്യുന്നു. പെൺകുട്ടികളാണെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ആൺകുട്ടികളുമായി ചാറ്റ് ചെയ്യുന്നു. പ്രേമവിവാഹങ്ങൾ, ഇതെല്ലാം ദിനം പ്രതി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊക്കെ നമ്മൾ പ്രോത്സാഹനം നൽകിയ കുട്ടികൾക്ക് നമ്മൾ ഫേസ്ബുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും. നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം ഈ മൊബൈൽ ഉണ്ടാകേണ്ടുന്നത്. അല്ലാതെ അവർക്ക് സ്വതന്ത്രമായി കുട്ടികൾക്ക് ഈ മൊബൈൽ ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ സ്വതന്ത്രമായി ഒരു അന്യപുരുഷനുമായ ഒരു റൂമിൽ അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് പോലെയാണ്. അല്ലാഹ് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മളും സൂക്ഷിക്കണം, നമ്മുടെ കുട്ടികളെയും പ്രത്യേകം സൂക്ഷിപ്പിക്കണം. എന്തെങ്കിലും ദീനിയായ നന്മകൾക്ക് ഉപയോഗിക്കുന്നു എങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. ധാരാളം പേർക്ക് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്
ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ സുഗമമായ അവസരമുണ്ട്. ആ അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? അതിൽ നിന്ന് പ്രയോജനപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ അതിനെ എന്ത് ചെയ്യുക? ഓഫാക്കി വെക്കുക. അല്ലാതെ 24 മണിക്കൂറും അതിൽ തന്നെ ലയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയവും നമ്മുടെ മസ്തിഷ്കവും ഒക്കെ വികലമായി പോകും. ഭർത്താവിനെ ഖിദ്മത്ത് ചെയ്യാൻ സമയം ഉണ്ടാവില്ല, വീട് വൃത്തിയാക്കാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കുക. നമ്മളിൽ ഉണ്ടാക്കി തീർക്കേണ്ടുന്ന 3ാമത്തെ ഗുണമാണ് ഖാനിതാത്ത്, കീഴ്വണക്കം, ഭക്തി. 4ാമത്തെ ഗുണമാണ് തായിബാത്തിൻ, തൗബയുടെ ഗുണം. തൗബ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഏതോ വൻ പാപങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മാത്രം ചെയ്യേണ്ടുന്ന ഒരു കാര്യമായിട്ടാണ്. ഈ സൂറത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെയും വിളിച്ചുകൊണ്ട ഉത്ബോധനം. തൂബൂ ഇലല്ലാഹ് തൗബതൻ നസൂഹാ, നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് നിഷ്കളങ്കമായ പശ്ചാത്താപം കൈക്കൊണ്ട് മടങ്ങുക. അസാ റബ്ബുകും അയ്യുകഫിറ അൻകും സയ്യിആതികും, അല്ലാഹു നിങ്ങളുടെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തന്നേക്കാം. വയുദ്ഖിലകും ജന്നാത്തിൻ, അവൻ നിങ്ങളെ ആരാമങ്ങളിൽ പ്രവേശിപ്പിച്ചേക്കാം. തജ്രി മിൻ തഹ്തിയൽ അൻഹാർ, അടിവാരത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എപ്പോഴും തൗബയും ഇസ്തിഗ്ഫാറും മുറുകെ പിടിക്കണം. നമ്മൾ കാണുന്നത്, നമ്മൾ പറയുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എത്രയോ തിന്മകളുണ്ട്. ഈ തിന്മകളിൽ നിന്ന് പശ്ചാത്താപമാകും. നന്മകൾ പ്രവർത്തിക്കുന്നവരും തൗബ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. തിന്മകൾ പ്രവർത്തിച്ചവർ ആ തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് തൗബ ചെയ്യണം. തൗബ ഇസ്തിഗ്ഫാർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ധരിച്ചു പോകരുത് ഇതൊക്കെ തിന്മ പ്രവർത്തിക്കാൻ വേണ്ടി അള്ളാഹു നൽകിയിരിക്കുന്ന കുറേ കണ്ടന്റുകളാണല്ല. യാദർശികമായി മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും തിന്മ സംഭവിച്ചു പോയാൽ അയാൾക്ക് പിന്നെ എന്ത് മാർഗമുണ്ട്? അയാൾ നിരാശനായി ഒരു മാനസിക രോഗിയായി തരം താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് അവൻ്റെ ഹൃദയത്തെയും മസ്തിഷ്കത്തെയും വളർത്തിക്കൊണ്ടുവന്ന് നന്മയുടെ വക്താവാക്കാൻ വേണ്ടി അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹം, അല്ലാതെ പാവം പ്രവർത്തിക്കാൻ വേണ്ടിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു സ്ത്രീ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ വന്നു. വാതിലിന്റെ വെളിയിൽ നിന്നുകൊണ്ട് ചോദിക്കുകയുണ്ടായി, യാ അബാ ഹുറൈറ ഹല്ലി തൗബ, അബൂ ഹുറൈറ എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു. അബൂ ഹുറൈറ ചോദിച്ചു, നീ എന്ത് പാവമാ പ്രവർത്തിച്ചത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇന്നി സനൈതു വവലത്തു വഖതൽതു വലദി, ഞാൻ വ്യഭിചരിച്ചു, ആ വ്യഭിചാരത്തിലൂടെ എനിക്കൊരു കുട്ടിയുണ്ടായി, ആ കുട്ടിയെ ഞാൻ അറുകൊല ചെയ്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്ക് തൗബയില്ല, നീ ഇറങ്ങിപ്പോ. ആ സ്ത്രീ ആണെങ്കിൽ നിരാശയോടുകൂടി ഈ സൗന്ദര്യം തുളുമ്പുന്ന മുഖം നരകത്തിനു വേണ്ടിയുള്ളതാണോ എന്ന് നിരാശയോടുകൂടി വിലപിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിറ്റേന്ന് രാവിലെ ആയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് വിവരം ധരിപ്പിച്ചു, ഇങ്ങനെ ഒരു സ്ത്രീ എൻ്റെ അടുക്കൽ വന്നു, വ്യഭിചരിച്ചു, കൊലപാതകം ചെയ്തു, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത്രയും വലിയ പാതകം പ്രവർത്തിച്ച നിനക്കവിടെ നിന്ന് തൗബയുണ്ടാകാനാണ് ഞാൻ പോകാൻ വേണ്ടി പറഞ്ഞു, ആട്ടിപ്പായിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരിൽ നിന്ന് പാപം സംഭവിച്ചു പോയി, അവർക്ക് രക്ഷാമാർഗം ഖുർആനിൽ അല്ലാഹു നൽകുന്നുണ്ടല്ലോ. എന്നിട്ട് നബി തങ്ങൾ ഓതിക്കൊടുത്തു, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ യുളഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാനാ إلا من تاب وآمن وعمل عملا صالحا
فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സദ്വൃദ്ധരായ ദാസന്മാരും സാലിഹീങ്ങളായ ദാസന്മാരും സാലിഹത്തുകളായ ദാസിമാരെ കുറിച്ചും വിശദീകരിക്കുന്നിടത്ത് അവരുടെ ഗുണങ്ങൾ പറയുന്നു. അവർ അല്ലാഹുവിന്റെ കൂട്ടത്തിൽ ആരെയും പങ്കു ചേർക്കില്ല. ولا يقتلون النفس التي حرم الله إلا بالحق. ഒരു ശരീരത്തെയും അന്യായമായി അവർ കൊലപാതകം ചെയ്യില്ല. ولا يزنون, അവർ വ്യഭിചരിക്കില്ല. ومن يفعل ذلك يلقى أثاما. ആരെങ്കിലും ഈ പാപങ്ങൾ പ്രവർത്തിക്കുന്നു എങ്കിൽ അയാളുടെ പാപത്തിന്റെ തിക്താനുഭവം ഉണ്ടാകും. يضاعف له العذاب يوم القيامة ويخلد فيه مهانا. ഖിയാമത്തിന്റെ ദിനത്തിൽ അവന്റെ ശിക്ഷയെ അല്ലാഹു ഇരട്ടിപ്പിക്കും. ആ ശിക്ഷയിൽ അവൻ നിന്ദ്യനായി കഴിഞ്ഞുകൂടേണ്ടി വരും. വ്യഭിചരിക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം പടച്ചോൻ സാധാരണ ശിക്ഷയല്ല കൊടുക്കുന്നത്, ശക്തമായ ശിക്ഷയാണ്. എന്ന് മാത്രമല്ല, ആ ശിക്ഷയിൽ എന്നെന്നും കഴിയേണ്ടി വരും. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ഇല്ലാ മൻ താബ, എന്നാൽ ആ ഗുരുതരമായ പാതകത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് അല്ലാഹുവേ എൻ്റെ ജീവിതത്തിൽ നിന്ന് അപരാധം സംഭവിച്ചു പോയി, ഇനി മേലിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു, ആ പാപത്തിൽ നിന്ന് പിന്നീട് ജീവിതത്തെ പരിശുദ്ധമാക്കി പിന്നീട് ഒരിക്കലും ആ പാപത്തെക്കുറിച്ച് ചിന്തിക്ക കൂടി ചെയ്യാത്തവർ, ഇല്ലാ മൻ താബ വ ആമന, എന്നിട്ട് ആ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം സ്ഥാപിച്ചു, വഅമില അമലൻ സാലിഹ, എന്നിട്ട് സുകൃതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ, ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, അവരുടെ പാപങ്ങളെ അവരുടെ തിന്മകളെ അല്ലാഹു നന്മയാക്കി മറിക്കും. വകാനല്ലാഹു ഗഫൂറർ റഹീമ, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വീടാന്തോറും കയറി ഇറങ്ങി. അബൂ ഹുറൈറയോട് തൗബ ചോദിച്ചു വന്ന സ്ത്രീ ഈ വീട്ടിലാണോ താമസിക്കുന്നത്? അബൂ ഹുറൈറയോട് തൗബ ചോദിച്ചു വന്ന സ്ത്രീ ഈ വീട്ടിലാണോ താമസിക്കുന്നത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടാന്തോറും കയറി ഇറങ്ങി. അവസാനം ഒരു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ശബ്ദം വന്നു, അതെ ഞാൻ തന്നെയാണ് ഇന്നലെ അബൂ ഹുറൈറയോട് തൗബയുണ്ടോ എന്ന് ചോദിച്ചു വന്ന സ്ത്രീ. അല്ലാഹുവിന്റെ പ്രവാചകൻ കേൾപ്പിച്ച സന്തോഷ വാർത്ത ആ സ്ത്രീ അറിയിച്ചു. ആ സ്ത്രീ അൽഹംദുലില്ലാഹില്ലദീ അൻജാനി മിനന്നാർ, അല്ലാഹുവിനാണ് സർവസ്തുതിയും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമല്ല എനിക്ക് ഒരുക്കിയല്ലോ. ആ സ്ത്രീ തന്റെ കയ്യിലുണ്ടായിരുന്ന അടിമ സ്ത്രീയെയും ആ അടിമ സ്ത്രീയുടെ മകളായ അടിമ സ്ത്രീയെയും മോചിപ്പിച്ചു. 2 അടിമകളെ മോചിപ്പിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ തൗബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം പ്രവർത്തിക്കാനല്ല, ഏതെങ്കിലും സാഹചര്യങ്ങൾക്ക് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് പാപങ്ങൾ ചെയ്തുപോയി, ആ ചെയ്തുപോയ ആൾക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അവസരമാണ് തൗബ. അല്ലാതെ പാവം പ്രവർത്തിക്കാൻ വേണ്ടിയല്ല. പാവം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് സാധാരണ പറയാറുണ്ട്, ഈ മരിക്കാതിരിക്കാനുള്ള മരുന്ന് ജീവിക്കാതിരിക്കാനുള്ള എന്ന് പറഞ്ഞ പോലെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മരുന്ന് പാവം പ്രവർത്തിക്കാതിരിക്കുക. കാരണം പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു തൗബ ഉണ്ടെന്ന് അങ്ങ് പോകത്തില്ല. പാപത്തിൻ്റെ രസം അത് ഹൃദയത്തിൽ നിന്ന് തകിട്ടി വരും. നമ്മുടെ ഉള്ളിലുള്ള നഫ്സ് അതിന് പ്രോത്സാഹനം നൽകും. ശൈത്താൻ അതിനെ പുഷ്ടപ്പെടുത്തി വളർത്തി വീണ്ടും പാപങ്ങൾ പ്രവർത്തിപ്പിക്കും. അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതം പരിശുദ്ധമായിരിക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ പാപം ചെയ്തു പോയി എങ്കിൽ അതിനുള്ള പരിഹാരമാണ് തൗബ എന്നുള്ളത്. ഇനി നന്മകൾ പ്രവർത്തിക്കുന്നവർ ചിന്തിച്ചു പോകരുത്, ഞാൻ നന്മയുടെ പ്രതീകമാണ്, 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നുണ്ട്, ഞാൻ ഹറാമ് നോക്കുന്നില്ല, ഞാൻ ഹറാമ് സംസാരിക്കുന്നില്ല, ഞാൻ ഹറാമ് പ്രവർത്തിക്കുന്നില്ല, ഞാൻ പാപങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല, കറാത്ത് പോലും ചെയ്യുന്നില്ല, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, ഞാൻ രാവിലെയും വൈകുന്നേരവും ദിക്ർ ചെയ്യുന്നുണ്ട്, ഞാൻ ഖുർആൻ ഓതുന്നുണ്ട്,
അതുകൊണ്ട് ഇനി എനിക്ക് തൗബയുടെ ഇസ്തിഗ്ഫാറിന്റെ ആവശ്യമില്ല എന്നും ചിന്തിക്കരുത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന മുത്തഖീങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതി വ നഈം ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ وبالأسحار هم يستغفرون إن المتقين തീർച്ചയായും മുത്തഖീങ്ങൾ ഫീ ജന്നാതി വനഈം അല്ലാഹുവിന്റെ അനുഗ്രഹ നിബിഡമായ സ്വർഗീയ ആരാമങ്ങളിൽ വിരാജിക്കും. ആഖിദീന മാ ആതാഹും റബ്ബുഹും അവരുടെ രക്ഷിതാവ് അവർക്ക് നൽകുന്ന പ്രതിഫലങ്ങളെയും കൈപ്പറ്റിക്കൊണ്ട് ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ അവർ ദുനിയാവിൽ വെച്ച് സുകൃതങ്ങൾ പ്രവർത്തിക്കുന്നവരായിരുന്നു, കൂടുതൽ നന്മകൾ ചെയ്യുന്നവരായിരുന്നു, കൂടുതൽ നമസ്കരിക്കുന്നവരായിരുന്നു, ദിക്ർ ചെയ്യുന്നവരായിരുന്നു, ഖുർആൻ ഓതുന്നവരായിരുന്നു. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ അവർ രാത്രിയുടെ യാമങ്ങളെ ഒരവസരമായും കണ്ടുകൊണ്ട് അല്ലാഹുവുമായി കൂടിക്കാഴ്ചയിൽ, നമസ്കാരത്തിൽ, ഖുർആനിന്റെ തിലാവത്തിൽ, ദുആയിൽ കൂടുതലായി വ്യാപൃതരായവരായിരുന്നു. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ എന്നാൽ സുബഹിന്റെ സമയമാകുമ്പോൾ, ഉണ്മപ്രഭാതം പൊട്ടിവിടരാൻ അടുക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അവകാശവാദമില്ല, ഞാൻ രാത്രിയെല്ലാം തഹജ്ജുദ് നിസ്കരിച്ച വനിതയാണ്. ആ ഉമ്മപ്രഭാതം ഉദിക്കാറടുക്കുമ്പോൾ അവർ ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. അല്ലാഹുവേ, എന്നിൽ നിന്ന് ധാരാളം പാപങ്ങൾ സംഭവിച്ചു പോയി, നീ മാപ്പാക്കണം. എന്റെ നമസ്കാരം ശരിയായിട്ടില്ല, എന്റെ ദിക്ർ ശരിയായിട്ടില്ല, എന്റെ ഖുർആനിന്റെ തിലാവത്ത് ശരിയായിട്ടില്ല. ഇതിൽ സംഭവിച്ചു പോയ പാളിച്ചകളെയെല്ലാം നീ പരിഹരിക്കണമേ അല്ലാഹ്. ഇങ്ങനെ നന്മകൾ പ്രവർത്തിക്കുന്നവരും കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കണം. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഇത് ഇസ്തിഗ്ഫാറിന്റെ ഒരു വചനമാണ്. ആരെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, സമുദ്ര സമാനം തിന്മകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ആ പാവങ്ങൾ പുറത്തു കൊടുക്കും. താഇബാത്തിൻ ആബിദാത്തിൻ അല്ലാഹു നാലാമത്തെ അഞ്ചാമത്തെ ഗുണമായി പറയുന്നത് ആബിദാത്തിൻ, ഇബാദത്തെടുക്കുന്ന വനിതകൾ. അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹു സമ്മാനിക്കുന്ന വനിതകളുടെ ഗുണമാണ്. ഒന്ന് ഇസ്ലാം, രണ്ട് ഈമാൻ, മൂന്ന് കീഴ്വടക്കം ഖാനിത്താത്ത്, നാല് തായിബാത്ത് പശ്ചാത്തപിക്കുന്ന വനിതകൾ, അഞ്ചാമത്തേത് ആബിദാത്ത് കൂടുതൽ ഇബാദത്തെടുക്കുന്ന വനിതകൾ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുന്നവരായിരിക്കണം. ഹഫ്സ ബിൻത് സീരീൻ മുഹമ്മദ് ബിൻ സീരീനിന്റെ സഹോദരിയാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹായിൽ നിന്ന് 200 വനിതകൾ ദീനിയായ ഉലൂമുകൾ പഠിച്ച് ഹാഫിളാത്തുകളും ആലിമാത്തുകളുമായി. അവരിൽ ഏറ്റവും വലിയ സമർത്ഥയായ വനിതയായിരുന്നു ഹഫ്സ ബിൻത് സീരീൻ. ബുഖാരി ശരീഫ് പഠിക്കുന്നവർക്ക് കാണാം, ഇടയിൽ സനദിൽ ഹഫ്സ ബിൻത് സീരീൻ. വലിയ മുഫസ്സിറത്തുൽ ഖുർആൻ, വലിയ മുഹദ്ദിസത്തായിരുന്നു ഹഫ്സ ബിൻത് സീരീൻ. അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി. 20 വർഷം അവർ വിധവയായി കഴിയേണ്ടി വന്നു. ഈ 20 വർഷവും അവർ രാത്രി ഉറങ്ങിയില്ല. രാത്രിയെല്ലാം നമസ്കാരം, രാത്രിയെല്ലാം ഖുർആനിന്റെ തിലാവത്ത്, രാത്രിയെല്ലാം ദിക്റും ദുആയും. ഒരു മകനുണ്ടായിരുന്നു, ഹുദൈൽ എന്നാണ് ആ മകന്റെ പേര്. ഉമ്മു ഹുദൈൽ എന്നാണ് ചരിത്രത്തിൽ ഹഫ്സ ബിൻത് സീരീനിന്റെ കുഞ്ഞത്ത് അറിയപ്പെടുന്നത്. ആ മകൻ തണുപ്പ് സമയത്ത് വെള്ളം ചൂടാക്കി ഒളുവെടുക്കാൻ വേണ്ടി ഉമ്മാക്ക് നൽകും. ആ മകൻ മരണപ്പെട്ടു പോയി. ഹഫ്സ ബിൻത് സീരീനിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. തനിക്കുണ്ടായിരുന്ന അഭയവും അത്താണിയുമായ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി.
തനിക്കുണ്ടായിരുന്ന ഏക അഭയവും അത്താണിയുമായിരുന്ന മകനും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണല്ലോ. അവർക്ക് അങ്ങേയറ്റ ദുഃഖമായി. രാത്രി അവർ തഹജ്ജുദ് നിസ്കാരത്തിൽ നിന്നു. സൂറത്തുൽ ഫാത്തിഹ ഓതി, സൂറത്തുൽ നഹൽ ഓതി 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 മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ വലനജ്സിയന്നല്ലദീന സബറു അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ഇവിടം വരെ എത്തിയപ്പോഴേക്കും അവരുടെ ഹൃദയത്തിന്റെ ബേജാറ് മാറി. അവര് ആത്മനിയന്ത്രണത്തിലായി. അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ് ക്ഷമിക്കുന്നവർക്ക്. നിങ്ങളുടെ അടുക്കലുള്ളത് നീങ്ങിപ്പോകും. മകനാണെങ്കിലും ഭർത്താവാണെങ്കിലും എല്ലാവരും നഷ്ടപ്പെട്ടു പോകും. ഹഫ്സ ബിൻത് സീരീൻ വളരെ കൂടുതൽ ഇബാദത്ത് എടുക്കുന്ന വനിതയായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാര്യയായിരുന്നു ജുവൈരിയ. ജുവൈരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് രാജകുമാരിയായ വനിതയായിരുന്നു. ഹാരിസ് ബിൻ ദിറാർ എന്ന് പറയുന്ന ബനുൽ മുസ്തലിഖ് ഗോത്രത്തിന്റെ നേതാവിന്റെ മകളായിരുന്നു ജുവൈരിയ. ഈ ജുവൈരിയ റളിയല്ലാഹു അൻഹായെ ചരിത്രത്തിൽ രാജകുമാരിയായിട്ടല്ല അറിയപ്പെടുന്നത്, ചരിത്രത്തിൽ സുന്ദരിയായിട്ടല്ല അറിയപ്പെടുന്നത്. ആബിദത്ത്, വളരെ കൂടുതൽ ഇബാദത്ത് എടുക്കുന്ന വനിത. സാഹിദത്ത്, ദുനിയാവിനോട് തീരെ താല്പര്യമില്ലാത്ത വനിത. ദാക്കിറത്ത്, അള്ളാഹുവിനെ വളരെ കൂടുതൽ ദിക്റെടുക്കുന്ന വനിത. ഒരു ദിവസം അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നമസ്കരിച്ചു കഴിഞ്ഞ് ജുവൈരിയ റളിയല്ലാഹു അൻഹാന്റെ വീട്ടിൽ വന്നപ്പോൾ മുസല്ലയിൽ ഇരുന്ന് ദിക്ർ ചെയ്യുകയാണ്. നബിതങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ളുഹറിന് മുമ്പ് ളുഹാന്റെ സമയത്ത് വന്ന് നോക്കിയപ്പോൾ മുസല്ലയിൽ ഇരുന്ന് അപ്പോഴും ദിക്ർ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബഹി മുതൽ ഈ സമയം വരെ മുസല്ലയിൽ ഇരുന്ന് ഒരേ നിലയിൽ ദിക്ർ ചെയ്യുന്ന പ്രതിഫലം കിട്ടുന്ന 4 വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. സുബ്ഹാനല്ലാഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഈ 4 വചനങ്ങൾ ഒരു 3 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ സുബഹി മുതൽ ളുഹർ വരെ മുസല്ലയിൽ ഇരുന്ന് ഒരേ നിലയിൽ ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും. അപ്പൊ ജുവൈരിയ റളിയല്ലാഹു അൻഹ ഇബാദത്ത് എടുക്കുന്ന വനിതയായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീട്ടു ജോലികൾ കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തിയാക്കി നമ്മുടെ വീടുകൾ ഇബാദത്ത് കൊണ്ട് അലങ്കരിക്കുന്ന ഉയർന്ന അവസ്ഥയുണ്ടാകണം. കൂടുതൽ ഖുർആൻ ശരീഫ് ഓതണം. സ്ത്രീകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഒഴിവ് സമയങ്ങൾ കിട്ടും. നമ്മൾ ചുരുങ്ങിയ വശം 10 ദിവസം കൊണ്ട് ഒരു ഖുർആൻ ശരീഫിന്റെ ഖത്തം തീർത്തു. ഒരു മാസം 2 ഖത്തം, 3 ഖത്തം. ഒരു വർഷം വേണമെങ്കിൽ നമുക്ക് 10 20 ഖത്തം തീർക്കാൻ പറ്റും. ഖുർആനുമായി നമ്മൾ ബന്ധപ്പെടുകയും ഖുർആൻ ഓതലിൻ്റെ ഇമ്പം, അതിൻ്റെ രസം, അതിൻ്റെ അനുഭൂതി കിട്ടിക്കഴിഞ്ഞാൽ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതം പരിശുദ്ധമായിരിക്കും. ഫർദ് നമസ്കാരങ്ങൾ കൃത്യസമയത്ത് തന്നെ നിർവഹിക്കുകയും ഫർദിന് മുമ്പും പിമ്പുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ശ്രദ്ധിക്കുകയും തഹജ്ജുദ് നമസ്കാരം ശ്രദ്ധിക്കുകയും അതുപോലെ ളുഹാ നമസ്കാരം ശ്രദ്ധിക്കുകയും ഇസ്റാഖ് നമസ്കാരം ശ്രദ്ധിക്കുകയും മഗ്രിബ് കഴിഞ്ഞിട്ട് അവ്വാബീൻ നമസ്കാരം 6 റക്അത്ത് നമസ്കാരമാണ്. നബിതങ്ങൾ പറയുന്നു 12 വർഷത്തെ ഇബാദത്തിന്റെ കൂലി കിട്ടും. എല്ലാ സൂഫിയാക്കളും എല്ലാ മുഹദ്ദിസീങ്ങളും അവ്വാബീൻ നമസ്കാരം ജീവിതത്തിൽ കൃത്യമായി പാലിച്ചിരുന്നു. കൂടുതൽ സമയമെടുത്ത് തന്നെ വലിയ വലിയ ആലിമീങ്ങൾ അവർക്ക് മുത്താലയുടെ സമയമാണ്. എന്നിട്ട് കൂടി മഗ്രിബ് കഴിഞ്ഞാൽ ഖലീൽ അഹമ്മദ് സഹാറൻപൂരി റഹിമഹുല്ല, റഷീദ് അഹമ്മദ് ഗംഗോഹി റഹിമഹുല്ല, ഷെയ്ഖുൽ ഹദീസ് മൗലാന സക്കരിയ റഹിമഹുല്ല, ഇവരെല്ലാവരും അവ്വാബീൻ നമസ്കാരം ശ്രദ്ധിക്കുമായിരുന്നു. അതുകൊണ്ട് പൊതുവെ നമ്മുടെ മദ്രസകളിലൊക്കെ മഗ്രിബ് കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് 6 റക്അത്ത് അവ്വാബീൻ കൂടി നിസ്കരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇശാ കഴിഞ്ഞിട്ട് വിത്ർ നമസ്കാരം, ഇത് നമ്മൾ ശ്രദ്ധിക്കും. ഇങ്ങനെ ഇബാദത്ത്. 6ാമതായി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഭാര്യമാരെ കുറിച്ച് പറഞ്ഞത് സായിഹാത്തിൻ, വളരെ കൂടുതൽ നോമ്പെടുക്കുന്ന വനിത. നമ്മളിന്ന് നോമ്പ് എന്ന് കേൾക്കുമ്പോൾ റമളാനിലെ 30 നോമ്പ് മാത്രമേ ഓർമ്മയുള്ളൂ. എല്ലാ മാസവും അയ്യാമുൽ ബീദിന്റെ നോമ്പുണ്ട്. അതായത്
അറബി കലണ്ടർ അനുസരിച്ച് 13, 14, 15. അബൂ ദർ റളിയല്ലാഹു അൻഹു പറയാ, നബി തങ്ങൾ എന്നെ ഉപദേശിച്ചതാണ് 3 കാര്യങ്ങൾ നീ വിട്ടുകളയരുത്. അതിലൊന്ന് ദുഹാ നമസ്കാരം പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് മാസത്തിലെ 3 ദിവസത്തെ നോമ്പ്. അയ്യാമു സൂദുണ്ട്, ഒരു മാസം അവസാനിക്കുമ്പോൾ 27, 28, 29. മാസത്തിൽ തന്നെ ഇങ്ങനെ 6 നോമ്പുണ്ട്. ഇനി ആഴ്ചയാലാണെങ്കിൽ തിങ്കളും വ്യാഴവും പ്രത്യേകമായി സുന്നത്തായ നോമ്പുണ്ട്. മുഹറമിൻ്റെ നോമ്പുണ്ട്, അതുപോലെ തന്നെ ശവ്വാലിൻ്റെ നോമ്പുണ്ട്, ഇങ്ങനെ ദുൽഹജ്ജിൻ്റെ നോമ്പുണ്ട്, അറഫയുടെ നോമ്പുണ്ട്. ഇങ്ങനെ സുന്നത്തായ നോമ്പുകൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പാലിക്കണം. ഇനി കൂടുതലായി ഒഴിവു സമയങ്ങളിൽ നോമ്പ് പിടിക്കുന്നുവെങ്കിൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. ഖുർആനിൽ അല്ലാഹു പറയുന്നു സായിഹാത്തിൻ, നിബിതങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് പറഞ്ഞ സ്ത്രീകളിൽ ഉണ്ടായിരുന്ന 6 ഗുണങ്ങളായി പറഞ്ഞത്, ഒന്ന് മുസ്ലിമാത്തിൻ, ഇസ്ലാമുള്ള വനിതകൾ, മുഅ്മിനാത്തിൻ, ഈമാനുള്ള വനിതകൾ, ഖാനിതാത്തിൻ, കീഴ്വണക്കമുള്ള വനിതകൾ, തായിബാത്തിൻ, പശ്ചാത്തപിച്ചു മടങ്ങുന്ന വനിതകൾ, ആബിദാത്തിൻ, ഇബാദത്തെടുക്കുന്ന വനിതകൾ, സായിഹാത്തിൻ, വളരെ കൂടുതൽ വ്രതമനുഷ്ഠിക്കുന്ന വനിതകൾ, സയ്യിബാത്തിൻ വ അബ്കാറാ, അങ്ങനെയുള്ള വിധവകളെയും കന്യകളെയും അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു സമ്മാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ ലോകത്തുള്ള ഖിയാമത്ത് നാൾ വരെ വരുന്ന വനിതകൾ, ഓരോ സ്ത്രീകളും അവരുടെ ജീവിതത്തിൽ ഈ 6 ഗുണങ്ങൾ കൃത്യമായി ഉണ്ടാക്കി തീർക്കണം. 1 ഇസ്ലാം, 2 ഈമാൻ, 3 ഖാനിതാത്ത്, കീഴ്വണക്കം, തായിബാത്ത്, പശ്ചാത്തപിക്കുന്ന ഗുണം, ആബിദാത്ത്, ഇബാദത്തെടുക്കുന്ന ഗുണം, സായിഹാത്ത്, വ്രതമനുഷ്ഠിക്കുന്ന ഗുണം. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും